ഞാൻ ലിസ മുൻപോട്ടാണ് മാനിഫെസ്റ്റേഷൻ കോച്ച് ആൻഡ് ഫെങ്ഷുയി വെൽത്ത് കോച്ച്. ഈ ഫെങ്ഷുയി എന്ന് പറയുന്നത് ഒരു ചൈനീസ് വാസ്തുശാസ്ത്രമാണ് കേട്ടോ. നമുക്ക് നമ്മുടെ ഈ വീട്ടിലൊക്കെ ഈ സാമ്പത്തിക ബുദ്ധിമുട്ടും ഈ ക്യാഷൊക്കെ വന്നിട്ട് നമ്മുടെ കയ്യിൽ നിൽക്കാതെ ഒരു പൈസ പോലും നിൽക്കാതിരിക്കുക. അപ്പോൾ അതിനൊക്കെ വേണ്ടി ചെയ്യുന്നൊരു ടൂൾസുകളൊക്കെ വെച്ച് ചെയ്യുന്നൊരു ചൈനീസ് വാസ്തുശാസ്ത്രമാണ് ഫെങ്ഷുയി എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ എൻ്റെ വീഡിയോ പ്രപഞ്ചത്തോട് ചോദിച്ചാൽ എന്തെങ്കിലും ലഭിക്കുമോ എന്നുള്ളതാണ്. അപ്പോൾ ഇന്നലെ എൻ്റെ ഒരു സബ്സ്ക്രൈബർ എന്നെ വിളിച്ചിട്ട് എന്നോട് ചോദിച്ചു, ഈ പ്രപഞ്ചത്തോട് ചോദിച്ചാൽ എന്തെങ്കിലും ലഭിക്കുമോ? അങ്ങനെയാണെങ്കിൽ ഞാൻ ഇത്രയധികം കഷ്ടപ്പെടേണ്ടി വരത്തില്ലല്ലോ, എനിക്ക് പിന്നെ പ്രപഞ്ചത്തോട് അങ്ങ് ചോദിച്ചാൽ മതിയല്ലോ. കുറച്ച് റൂഡായിട്ട് തന്നെയാണ് സംസാരിച്ചത്. പ്രപഞ്ചത്തോട് ചോദിച്ചാൽ മതിയല്ലോ, പ്രപഞ്ചം അപ്പോൾ എല്ലാം കൊണ്ടു തരുമല്ലോ, അതെന്തിനാണ് അങ്ങനെ പിന്നെ വീഡിയോ ചെയ്യുന്നത്? പ്രപഞ്ചത്തോട് ചോദിച്ചിട്ട് ആർക്ക് എന്താണ് ലഭിച്ചത് എന്നൊക്കെ എന്നോട് ഇങ്ങനെ ചോദിച്ചായിരുന്നു. അപ്പം ഞാൻ വളരെ ശാന്തമായിട്ട് അവരോട് ഞാൻ പറഞ്ഞു കൊടുത്തു. അതായത് ഞാനിവിടെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, പഞ്ചഭൂതങ്ങളും പഞ്ചേന്ദ്രിയങ്ങളും എന്ന് പറഞ്ഞിട്ട്. അതായത് നമ്മുടെ ശരീരം നിർമ്മിച്ചിരിക്കുന്നത് ഈ പഞ്ചഭൂതങ്ങളാലാണ് നമ്മുടെ ശരീരം നിർമ്മിച്ചിരിക്കുന്നത്. അതിൽ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ടാണ് അത് മുന്നോട്ട് പ്രവർത്തിക്കുന്നത്. പഞ്ചേന്ദ്രിയങ്ങൾ ഉപയോഗിച്ചിട്ടാണ് അതിന് മുന്നോട്ട് പ്രവർത്തിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ പഞ്ചഭൂതങ്ങൾ എന്ന് പറയുന്നത് ഈ പിന്നെ ആകാശം, വായു, അഗ്നി, ജലം, ഭൂമി. പിന്നെ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ എന്ന് പറയുന്നത് കണ്ണ്, മൂക്ക്, നാക്ക്, ചെവി, ത്വക്ക്. ഇത് കാണാത്തവർക്കും അറിയാത്തവർക്കും വേണ്ടിയാണ് ഞാൻ ഈ പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ പഞ്ചഭൂതങ്ങൾ നിർമ്മിച്ച് പഞ്ചേന്ദ്രിയങ്ങൾ നമ്മുടെ ശരീരത്തെ ഇതുപോലെ സ്ഥൂലമായ ഒരു ശരീരത്തിൽ 3 എലമെൻസുകളാണുള്ളത്. പിന്നെ സ്ഥൂലമായൊരു ഖരാവസ്ഥയിലുള്ളൊരു ശരീരം, ദ്രാവകാവസ്ഥയിൽ നമ്മൾ കുടിക്കുന്ന ജലം മുഴുവൻ ദ്രാവകാവസ്ഥയിലുള്ളൊരു അവസ്ഥ, പിന്നെ ഊർജം. അപ്പോൾ ഈ 3 കൂടി ചേർന്നിട്ടാണ് ശരീരം ഉള്ളത് തന്നെ. അപ്പോൾ അതിൽ ഊർജ്ജമാണ് നമ്മുടെ മനസ്സെന്ന് പറയുന്നത്. അപ്പോൾ ഈ ഊർജം ആയ മനസ്സും ഈ പിന്നെ ഈ പഞ്ചഭൂതങ്ങളിലൊന്നായ ഈ ആകാശവും തമ്മിൽ എപ്പോഴും ഇൻട്രാക്ഷൻ ഉള്ളതാണ്. അപ്പം നമ്മൾ എന്തെങ്കിലും പറയുകയും ചിന്തിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്ന കാര്യങ്ങൾ, നമ്മുടെ ചിന്തകൾ ഈ കോസ്മിക് എനർജിയിലേക്കാണ് ഇത് പോകുന്നത്. അപ്പോൾ ഈ എനർജിയിലേക്ക് ചെന്ന് കഴിയുമ്പോഴത്തേക്കും അത് ശരിയായിട്ടുള്ള പ്രോപ്പറായിട്ടുള്ളൊരു വേയിലും പ്രോപ്പറായിട്ടുള്ള ഒരു ആഗ്രഹമാണെങ്കിൽ തീർച്ചയായും അത് യൂണിവേഴ്സിൻ്റെ അടുത്തെത്തും. നമുക്കിപ്പോൾ ഇന്നൊരാവശ്യമുണ്ട്, നമ്മൾ ഓടി ചെന്ന് പറയുകയാണ്, യൂണിവേഴ്സെ എനിക്ക് ആ ആഗ്രഹം ഒന്ന് ആവശ്യമുണ്ട്, എനിക്ക് കാര്യം ഒന്ന് ആവശ്യമുണ്ട്, എനിക്കതൊന്ന് സാധിച്ചു തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും സാധിച്ചു തരത്തില്ല. അതായത് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം വേണമെങ്കിൽ നമ്മൾ അത് പിന്നെ അതിന് കൃത്യമായിട്ടുള്ളൊരു സമയവും ഒക്കെ നിശ്ചയിച്ചിട്ട് നമ്മളതിനെ നിരന്തരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മളത് യൂണിവേഴ്സിൽ അത് എത്തിപ്പെടുകയും അത് നമുക്ക് ലഭിക്കുകയും ചെയ്യുന്നത്. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, യൂണിവേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ചിന്തിക്കുന്നതും പറയുന്നതും പ്രവർത്തിക്കുന്ന എല്ലാം ഊർജ്ജമാണ്. അതെപ്പോഴും ഒരു തരംഗ രൂപത്തിൽ ചലിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ആ ചലനം നിന്ന് കഴിയുമ്പോഴാണ് നമ്മൾ മരിച്ചു പോകുന്നത്. അപ്പോൾ ഇതെപ്പോഴും ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് ഈ യൂണിവേഴ്സും ഈ വൈബ്രേഷൻ ഫ്രീക്വൻസിയുമായിട്ട് നമ്മുടെ വൈബ്രേഷൻ ഫ്രീക്വൻസി അലൈൻമെൻറ്റിലാകുന്നുണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ ഒരേപോലെ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്കത് ലഭിക്കുകയില്ല. അപ്പം നമ്മുടെ വൈബ്രേഷൻ ഫ്രീക്വൻസി എന്ന് പറയുന്നത് എപ്പോഴും ലോ ലെവലായിരിക്കും. കാരണം നമുക്ക് വേദന, വിഷമം, സങ്കടം, ദുഃഖം ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ കൂടിയായിരിക്കും നമ്മൾ മുന്നോട്ട് പോകുന്നത്. അപ്പം നമ്മുടെ ഇതനുസരിച്ച് നമ്മുടെ വൈബ്രേഷൻ ഫ്രീക്വൻസി എപ്പോഴും ലോ ആയിക്കൊണ്ടിരിക്കും. ഈ ലോ അവസ്ഥയിൽ നിന്നുകൊണ്ട് നമ്മൾ യൂണിവേഴ്സിനോട് ചോദിച്ചാൽ നമുക്കൊന്നും ലഭിക്കില്ല. യൂണിവേഴ്സിൽ നിന്ന് നമുക്ക് ഒരു കാര്യം പോലും നമുക്ക് ലഭിക്കില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ മെഡിറ്റേഷൻ ചെയ്യണം. ഈ മെഡിറ്റേഷനിലൂടെ കൂടിയൊക്കെ തന്നെ ഒരുപാട് ഇൻറ്റ്യൂഷനൊക്കെ നമുക്ക് ലഭിക്കും. മെഡിറ്റേഷൻ ചെയ്യണം, അഫർമേഷൻസ് ഉണ്ട്, പിന്നെ വേറെ അനേകം ടൂൾസുകളും ടെക്നിക്കുകളും ഒക്കെ ഉണ്ട് പ്രപഞ്ചത്തിൽ നമുക്ക് എന്തെങ്കിലും നേടിയെടുക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ പ്രപഞ്ചത്തിലേക്ക് നമ്മുടെ ഒരു ആഗ്രഹം നമ്മൾ പ്രപഞ്ചത്തോട് പറയുകയാണ്, എനിക്ക് പിന്നെ ഇപ്പം നമുക്കൊരു കാറാണ് വേണ്ടത്. നമ്മൾ ആ കാറിനെ ആഗ്രഹിക്കുന്നുണ്ട്. നമ്മുടെ കയ്യിൽ ഒരു രൂപ പോലുമില്ല. ഈ കാറിൻ്റെ വൈബ്രേഷൻ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ സർവ്വചരാചരങ്ങൾക്കൊരു വൈബ്രേഷൻ ഉണ്ട്. ഈ കാറിൻ്റെ വൈബ്രേഷൻ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ ഹൈ ആയിട്ട് ഉയർന്നതാണ്. നമ്മുടെ വൈബ്രേഷൻ ഫ്രീക്വൻസി അതുമായിട്ട് ചേരുന്നില്ല എന്നുണ്ടെങ്കിൽ ആ സാധനം നമുക്ക് കിട്ടത്തില്ല. അപ്പം നമ്മൾ പറയും, അയ്യോ ലോ ഓഫ് അട്രാക്ഷൻ വർക്ക് ചെയ്യത്തില്ല, അത് മാജിക് മന്ത്രമാണെന്ന് പറയും. അങ്ങനെയല്ല. നമ്മളൊരു കാറിന് വേണ്ടി ആഗ്രഹിക്കുകയാണ്. അപ്പം നമുക്ക് ഈ കാറിൻ്റെ
മൂല്യമുള്ളതാണ്. അപ്പോൾ അതിനനുസരിച്ച് അതിൻ്റെ വൈബ്രേഷൻ ഫ്രീക്വൻസി ഉയരും. അപ്പം നമ്മുടെ വൈബ്രേഷൻ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ നമ്മൾ കാർ ആഗ്രഹിച്ചു. അപ്പം നമ്മൾ വിചാരിക്കുകയാണ് പിന്നെ ഈ അയ്യോ എൻ്റെ കയ്യിൽ 1 രൂപ പോലും ഇല്ലല്ലോ, എനിക്കിത് കിട്ടുമോ, ഇതെങ്ങനെ ഞാനിത് അഥവാ കിട്ടിയാൽ ഞാനിത് എങ്ങനെ അടയ്ക്കാനാണ്, അപ്പോൾ എന്താ ചെയ്യുന്നത്, കിട്ടിയില്ലെങ്കിൽ ഞാൻ എല്ലാവരോടും പറഞ്ഞു പോയി എനിക്ക് അങ്ങ് നാണക്കേടാകും. ഇങ്ങനെ പലവിധ ചിന്തകൾ നമ്മളിങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കുകയാണ്. അലട്ടിക്കൊണ്ടിരുന്ന് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ വൈബ്രേഷൻ ഫ്രീക്വൻസി ലോ ആയി പോകും. ഈ ലോ ആയി പോകുന്നതുകൊണ്ട് തന്നെ ഈ ആഗ്രഹം നമ്മൾ ഈ ആഗ്രഹിച്ച കാര്യം നമുക്ക് ലഭിക്കാതെ പോവുകയും ചെയ്യും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്നാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളത് നിരന്തരമായിട്ട് നമ്മൾ അതിനെക്കുറിച്ച് തന്നെ എനിക്കത് വേണം, യൂണിവേഴ്സ് എനിക്കത് വേണം എന്ന് നമ്മൾ നിരന്തരമായി അത് ചിന്തിച്ചിട്ട് നമ്മളൊരു പേപ്പറിലേക്ക് അതിൻ്റെ ഒരു അഫർമേഷൻ, എനിക്ക് ഞാൻ ആഗ്രഹിക്കുന്ന കാറ് അത് ലഭിച്ചതിന് എനിക്ക് നന്ദി എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരു പേപ്പറിലേക്ക് നമ്മൾ എഴുതണം. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് ഏത് കാറാണ് വേണ്ടത്, എന്താ അതിൻ്റെ കളർ എന്താണ്, ഏത് കമ്പനിയാണ്, ഇതെല്ലാം നമ്മളൊന്ന് നമ്മുടെ മനക്കണ്ണിൽ നമ്മളൊരു ഇമാജിൻ പോലെ, ഒരു സിനിമ പോലെ ഇതിനെ നമ്മുടെ മനസ്സിൽ എപ്പോഴും നമ്മളതിനെ കാണണം. ഏത് കളറാണ് വേണ്ടത്, നമ്മളത് ആ കാറിൻ്റെ ഷോറൂമിലേക്ക് പോകുന്നത്, നമ്മളത് ആ കാറിലേക്ക് ഒന്ന് തൊട്ട് നോക്കുന്നു, നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടുമ്പോൾ നമ്മുടെ മനസ്സിൽ ഭയങ്കര സന്തോഷമായി. അപ്പോൾ ഇത് തന്നെ മതിയെന്ന് നമ്മൾ സ്ഥിരീകരിച്ചു, നമ്മൾ അത് ഒന്ന് ഓടിച്ചു നോക്കുന്നത്, പിന്നെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ അതിന് വേണ്ടി അതിനിരിക്കാൻ ഒരു സ്ഥലം ഒരുക്കി കൊടുക്കുന്നത്, അത് വന്നു കഴിയുമ്പോൾ അതിനെ തൊട്ട് തലോടി അതിനൊന്ന് വെള്ളമൊക്കെ ഒഴിച്ച് അതിനൊന്ന് കുളിപ്പിച്ച് അതിനകത്ത് കയറിയിരുന്ന് നമ്മൾ പിന്നെ ഡ്രൈവിംഗ് സീറ്റിലൊക്കെ ഒന്ന് കയറിയിരിക്കുന്നു, അതിൻ്റെ പാട്ടൊക്കെ ഇടുന്നു, എ സി ഒക്കെ ഒന്ന് ഓൺ ചെയ്യുന്നു, ഒന്ന് ഓടിച്ച് നോക്കുന്നു. ഇതെല്ലാം നമ്മൾ മനസ്സിൽ ഇങ്ങനെ കാണണം. ഇങ്ങനെ കണ്ട് ഇങ്ങനെ വന്നു കഴിയുമ്പോഴത്തേക്കും അപ്പം അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ അതിൻ്റെ കൂടെ ചാൻറ്റ് ചെയ്യുകയും ഈ അഫർമേഷനൊക്കെ എഴുതി ചെയ്യുമ്പോഴത്തേക്കും യൂണിവേഴ്സിനകത്ത് നമുക്ക് തരാതിരിക്കാൻ വേണ്ടി സാധ്യമല്ല. കാരണം നമ്മുടെ ഈ വൈബ്രേഷൻ യൂണിവേഴ്സുമായിട്ട് അലൈൻമെൻറ്റ് ആകാൻ വേണ്ടി പോവാണ്. നമ്മൾ നെഗറ്റീവായിട്ട് ഒന്നും തന്നെ ചിന്തിക്കാതിരിക്കുക. നെഗറ്റീവായിട്ട് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ നെഗറ്റീവിലേക്ക് നമ്മുടെ ചിന്ത കടന്നു പോകുന്നതിനനുസരിച്ച് നമ്മുടെ ഈ ചിന്തകളുടെ ഈ വൈബ്രേഷൻ ഫ്രീക്വൻസി ഈ യൂണിവേഴ്സിലേക്ക് എത്താതെ വന്നു കഴിയുമ്പോഴത്തേക്കും നമുക്കത് ലഭിക്കാതെ പോകും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എപ്പോഴും പോസിറ്റീവായിട്ട് തന്നെ ചിന്തിക്കുക. അതിനുശേഷം ചിന്തിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ നമ്മുടെ ജോലിയായിട്ട് അങ്ങ് വിട്ടേക്കണം. അതിന് നമ്മൾ പിന്നെ മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കാനേ പാടില്ല. കാരണം അതിനെ നമ്മൾ മനസ്സിൽ വെച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ എനർജി മുഴുവൻ ഈ കാറിന് ചുറ്റുമായിട്ട് നമ്മളിങ്ങനെ ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കും. അപ്പോൾ ഈ എനർജി യൂണിവേഴ്സിൻ്റെ അടുത്തേക്ക് പോയാലല്ലേ അത് അവിടെ എത്തിച്ചേർന്നിട്ട് നമുക്കത് ലഭിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അതിനെ നമ്മൾ ലെറ്റ് ഇറ്റ് ഗോ ചെയ്തിട്ട് അങ്ങോട്ട് വിട്ടേക്കണം. നമ്മൾ അതിനെ മനസ്സിൽ കണ്ടു, വിഷ്വലൈസേഷൻ ചെയ്തു, കണ്ടു, നമ്മുടെ ഭാവനയിൽ കണ്ടു, നമ്മൾ ഓടിച്ചു നോക്കും പോലെയൊക്കെ നമുക്ക് നമ്മളതിനെ കണ്ടു, നമ്മൾ സന്തോഷത്തിലായി. അതിനുശേഷം നമ്മൾ അതിനെക്കുറിച്ച് അങ്ങ് മറന്നേക്കുക. പിറ്റേ ദിവസം അഫർമേഷൻ എഴുതുന്ന സമയത്തൊക്കെ ആയിരിക്കും നമ്മളതിനെക്കുറിച്ച് ഓർക്കുന്നത്. അങ്ങനെ അതിനെ അങ്ങ് വിട്ടേക്കണം. എന്നിട്ട് നമ്മൾ നമ്മുടെ ജോലികളൊക്കെ ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കണം. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് അത് ഒരു 21 ദിവസമൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും അത് ഏതെങ്കിലും വഴിയിൽ നമുക്കത് കാറ് മേടിക്കാൻ വേണ്ടിയിട്ട് ഒരു സാഹചര്യം നമുക്ക് ഒത്തുവരും. അത് നമ്മുടെ ബന്ധുക്കളോ സുഹൃത്തുക്കളോ കൂട്ടുകാരോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വഴിക്ക് നമുക്ക് പല വ്യക്തികളിലൂടെയും സാഹചര്യങ്ങളുടെയും സന്ദർഭങ്ങളിലൂടെയും പിന്നെ ഒക്കെ ആയിട്ട് നമുക്ക് അതിൻ്റെ സാഹചര്യം ഒരുങ്ങി വരും. അങ്ങനെയാണ് നമ്മൾ യൂണിവേഴ്സിനോട് ചോദിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നത്. അല്ലാതെ നമുക്കൊരാവശ്യമുണ്ട്, നമ്മളിങ്ങോട്ട് ഓടി വന്നിച്ച് യൂണിവേഴ്സ് ഇന്നത് എനിക്ക് വേണം, എൻ്റെ കൂട്ടുകാരൻ ഇന്നലെ അങ്ങനെ ചെയ്തു, അല്ലെങ്കിൽ കൂട്ടുകാരി അങ്ങനെ ഇന്ന് അവക്കിട്ടൊരു പണി കൊടുക്കണം എനിക്ക്, അതുകൊണ്ട് എനിക്കിങ്ങനെ ഇത് വേണം, അങ്ങനെയൊന്നും പറഞ്ഞാൽ നമ്മൾ കിട്ടിയല്ല. നമ്മൾ സർവ്വചരാചരങ്ങളോട് നന്ദിയുള്ളവരായിരിക്കണം. നമ്മുടെ വീട്ടുകാരോടാണെങ്കിലും കൂട്ടുകാരോടാണെങ്കിലും ഒക്കെ നന്ദിയുള്ളവരായിരിക്കണം. നമ്മളെ തന്നെ പിന്നെ നമ്മുടെ മനസ്സും ചിന്തകളൊക്കെ ഒന്ന് റീപ്രോഗ്രാം ചെയ്തെടുക്കണം. കാരണം നമുക്ക് എല്ലാവരോടും ഒരു ദേഷ്യവും ഒരു വാശിയും ഒരു വെറുപ്പും ഒരു വൈരാഗ്യമൊക്കെ ഉള്ളതാണെങ്കിൽ ഇനി മുതൽ അങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്ന് നമ്മൾ തീരുമാനിക്കണം. അങ്ങനെ തീരുമാനിച്ചിട്ട് നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങളുമായിട്ട് നമ്മൾ ഇങ്ങനെ മുന്നോട്ട് പോയി കഴിയുമ്പോഴത്തേക്കും നമുക്ക് പ്രപഞ്ചത്തിൽ നിന്ന് എന്ത് ചോദിച്ചാലും നമുക്ക് തരും. ചോദിച്ചാലും തരുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ജെനുവൻ ആയിരിക്കണം കേട്ടോ. നമ്മൾ ചോദിക്കുന്ന യുക്തിക്കനുസരിച്ചുള്ളതായിരിക്കണം. എന്നാൽ പിന്നെ എന്ത് ചോദിച്ചാലും തരും. ഒരു മനുഷ്യ ജീവിതത്തിൽ ഒരാൾക്ക് വേണ്ടത്, അവൻ്റെ ഭൗതിക ജീവിതത്തിൽ അവന് വേണ്ടത് എന്തൊക്കെ, ഒരു വ്യക്തിക്ക് വേണ്ടത് എനിക്ക് നല്ലൊരു വീട് വേണം, പിന്നെ ഒരു കാറ്, സഞ്ചരിക്കാൻ ഒരു കാറ് വേണം, അവന് ബിസിനസ് ചെയ്യാനുള്ള ബിസിനസ് സ്ഥാപനങ്ങൾ വേണം, കുറച്ച് വസ്തുവകകൾ വേണം,
പിന്നെ കുറച്ച് ബാങ്ക് ബാലൻസിന് വേണം. ഇത്രയൊക്കെ മതി അവന് സന്തോഷകരമായിട്ട് ജീവിക്കാൻ വേണ്ടി. അതില്ലാത്ത കാര്യങ്ങളൊക്കെ പിന്നെ സമ്പന്നന്മാരൊക്കെ ഉണ്ടായിരിക്കും. പക്ഷെ അവരൊക്കെ ഉണ്ടാക്കുന്നതിൽ അവരുടെ ഈ ആവശ്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുള്ള പൈസ അവരൊക്കെ ദാനം ചെയ്യുവാൻ നമ്മളറിയുന്നില്ലെന്നേ ഉള്ളത്. അപ്പം നമുക്ക് സുഖമായി സന്തോഷമായിട്ട് ജീവിക്കാൻ ഇതൊക്കെ മതിയാകും. ഇതാണ് ഒരു ഭൗതിക ജീവിതത്തിൽ ഒരു മനുഷ്യന് വേണ്ട, ഒരു വ്യക്തിക്ക് വേണ്ട കാര്യങ്ങൾ. അപ്പോൾ ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനപ്പുറമുള്ള കാര്യം, അതായത് പ്രപഞ്ചത്തിൽ ഒരുപാട് നമ്മുടെ ബുദ്ധിക്കതീതവും നിഗൂഢമായിട്ടുള്ള അനേകം കാര്യങ്ങളുണ്ട്. നമ്മൾ അതിലേക്കൊന്നും പോകണ്ട. നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മൊത്തം നമ്മൾ ചോദിക്കുക, എപ്പോഴും സന്തോഷമായിട്ടിരിക്കുക. അതായത് ബൈബിളിൽ ഒരു വചനം പറയും കേട്ടോ, നിങ്ങളെപ്പോഴും സന്തോഷത്തോടുകൂടി ഇരിക്കുവാൻ, നിങ്ങൾ സന്തോഷത്തോടു കൂടി ചോദിക്കുന്ന എന്തും നിങ്ങളുടെ പിതാവ് നിങ്ങൾക്ക് നൽകുമെന്ന്. അതായത് പിതാവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പിന്നെ പ്രപഞ്ചത്തെ വിളിക്കുന്നത് നമ്മൾ ഈശ്വരനൊന്നും ദൈവമൊന്നും അള്ള എന്നും പിതാവൊന്നും ഒക്കെ നമ്മൾ വിളിക്കും, നമുക്ക് ഇഷ്ടമുള്ള പേരിൽ വിളിക്കാം. അപ്പം നമ്മൾ സന്തോഷത്തോടുകൂടി ഇരുന്ന് ചോദിക്കുന്ന എന്തും തരാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ക്രിയേറ്ററാണ് നമ്മളെ ക്രിയേറ്റ് ചെയ്ത് നമ്മളെ ഓരോ അച്ഛനന്മാർക്കായിട്ട് ഭൂമിയിലേക്ക് നമ്മളെ പറഞ്ഞു വിട്ട നമ്മുടെ ക്രിയേറ്റർ നമുക്ക് വേണ്ടി എന്തും നൽകാൻ തയ്യാറുള്ളവനാണ്. അത് ചോദിക്കേണ്ട പോലെ ചോദിക്കുന്നില്ല എന്നുള്ള മാത്രമാണ് നമ്മുടെ കയ്യിലുള്ള മിസ്റ്റേക്ക്, നമ്മുടെ കയ്യിലുള്ള ഫോൾട്ട്. അപ്പോൾ അത് ചോദിക്കേണ്ട രീതിയിൽ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്രപഞ്ചം എന്തും തരും കേട്ടോ. അപ്പം നിങ്ങൾ ധൈര്യമായിട്ട് നിങ്ങളുടെ പ്രപഞ്ചത്തോട് നിങ്ങൾ ചോദിക്കുക. നിങ്ങളുടെ ഭൗതിക ജീവിതത്തിൽ നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നിങ്ങൾ നേടിയെടുത്ത് സന്തോഷമായിട്ട് സമാധാനമായിട്ടും ജീവിക്കുക. മറ്റു പലരും നിങ്ങളെ പലതും പറഞ്ഞേക്കാം, അവരും ഇവരും ബന്ധുക്കളും അതും ഇതുമൊക്കെ നിങ്ങൾക്ക് ചിലപ്പം പൊട്ടാണ്, അല്ലെങ്കിൽ നിങ്ങളെ പരിഹസിക്കുകയും അപഹസിക്കുകയും നിന്ദിക്കുകയും ഒക്കെ ചെയ്തേക്കാം. അതൊന്നും വിട്ടേക്കുക. അവരവിടെ എങ്ങനെ പരിഹസിച്ചുകൊണ്ടിരിക്കത്തേ ഉള്ളൂ, അവർക്കതേ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. പക്ഷെ നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നേടിയെടുത്ത് കഴിയുമ്പോഴായിരിക്കും അവർക്ക് മനസ്സിലാകുന്നത്, അയ്യോ ഇത് ഞാൻ വിചാരിച്ച പോലെ അല്ലല്ലോ എന്ന് മനസ്സിലാകുന്നത്. അതുകൊണ്ട് നമ്മുടെ ശ്രദ്ധയൊന്നും അതിലേക്ക് തിരിക്കാതെ നമുക്ക് എന്താണോ വേണ്ടത് അതിലേക്ക് മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് നമ്മൾ യൂണിവേഴ്സിനോട് ചോദിക്കുക. തീർച്ചയായിട്ടും നമ്മുടെ യൂണിവേഴ്സ് നമുക്ക് തരും. അപ്പോൾ എന്നെ ചോദിച്ച സബ്സ്ക്രൈബറിനോട് ഞാൻ ഇതെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവർ ഞാൻ പറയും പോലെ ഇതൊക്കെ ചെയ്യാൻ ഏൽക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ എപ്പോഴും ഓർക്കുക, അറിവെന്ന് പറയുന്നത് ഒരു പ്രകാശമാണ്. ആ പ്രകാശമാണ് നമ്മുടെ ഹൃദയത്തിലെ അറിവില്ലായ്മയുടെ അന്ധകാരം നീക്കിക്കളയുന്നത്. അപ്പോൾ എല്ലാ ഹൃദയങ്ങളിൽ നിന്നും അറിവില്ലായ്മയുടെ അന്ധകാരം നീങ്ങി പോട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അപ്പം എന്നെ നയിക്കുന്ന എൻ്റെ യൂണിവേഴ്സിന് നന്ദി. താങ്ക് യു യൂണിവേഴ്സ്, ഗൈഡൻസ് ഫോർ മീ. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.